Okay, let us continue with the cookies. Working with cookies. കുക്കീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളൊരു വേർഡ് തന്നെയാണ്. നിങ്ങളിതിനു മുമ്പേ പഠിച്ചിട്ടുണ്ടാകും. എങ്കിലും നമുക്കൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് പോവാം. കുക്കി എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡിൽ സെർവർ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ക്ലയൻറ്റ് സൈഡിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ സ്വന്തം സിസ്റ്റത്തിൽ അതിൻ്റെ മെമ്മറി യൂസ് ചെയ്യാനായിട്ട് ബ്രൗസറിന് അലോഡായിട്ടുള്ള ഒരു സ്പേസിൽ ചെറിയ വലിയ വെയിറ്റൊന്നും ഇല്ലാത്ത സ്മോൾ സൈസ്ഡ് ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാനായിട്ട്, അതായത് യൂസർ ഐ ഡിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാനായിട്ട്. എൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്ന ഒരു കുക്കിക്ക് 4 KB അതുപോലെ ചില ബ്രൗസേഴ്സൊക്കെ അതൊരു മാക്സിമം എല്ലാ സൈസും കൂടെ സ്റ്റോർ ചെയ്യുന്ന കുക്കീസ് സൈസ് മാക്സിമം സൈസ് എന്ന് ടോട്ടൽ സൈസിന് ഓഫ് കുക്കീസ് എന്ന് പറയുന്നത് 2 MB ഒക്കെയാണ് അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മെമ്മറി സ്പേസ് ഫുള്ളാവുന്നതിനനുസരിച്ച് അതിൻ്റെ യൂസേജിൻ്റെ ഏതെങ്കിലും ഒരു പ്രയോറിറ്റി വെച്ചിട്ട് അതിൻ്റെ ആദ്യമുള്ളതോ ഒക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്രൗസർ സെറ്റിങ്സിൽ പോയി കുക്കീസൊക്കെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു ഇൻഫർമേഷനാണ്. ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഇത് ക്ലയൻറ്റ് സൈഡ് സ്റ്റോറേജ് ആണ്. സ്മോൾ പീസ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് ഇങ്ങനെ സ്റ്റോർ ആവുന്നത്. അത് സെർവർ ക്ലയൻറ്റിൻ്റെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ റിലേയിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു റിക്വസ്റ്റ് വന്നു, അപ്പോൾ ഒരു കുക്കി കൊടുത്തു, നെക്സ്റ്റ് റിക്വസ്റ്റ് അതിൻ്റെ ആഫ്റ്റർ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കുക്കി ഇല്ലാത്ത ആളാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ നിന്ന് തന്നെ വരണം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തിനു വേണ്ടിയിട്ടും ആവാം. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതെന്ന്. ഒരു കുക്കി എന്ന് പറയുന്നത് നോർമലി 2 ഇൻഫർമേഷൻസ് ആണ് അതിലുണ്ടാവുക. ഒരു കുക്കി നെയിം ഉണ്ടാവും, അതുപോലെ ഒരു കുക്കി വാല്യൂ ഉണ്ടാവും. നോർമലി എന്നേ പറയുന്നുള്ളൂ. കുക്കിക്ക് വേറെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡാറ്റ സെറ്റ് ചെയ്യുന്നതും എപ്പോഴും സെർവ്ലെറ്റിൽ നിന്നായിരിക്കും. Cookie name is used to identify a particular cookie from among other cookies stored in the client. ക്ലയൻറ്റിൽ ഒരുപാട് വെബ്സൈറ്റ്സിൻ്റെ ഒരുപാട് കുക്കീസ് ഉണ്ടാവും. അതിൽ നിന്നും സ്വന്തം ആ ഒരു സെർവർ സെറ്റ് ചെയ്ത കുക്കീനെ അതിനെ റീയൂസ് ചെയ്യാൻ സെർവറിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കുക്കീനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ് കുക്കി നെയിം എന്ന് പറയുന്നത്. കുക്കി വാല്യൂ ഇസ് ദ ഡാറ്റ അസോസിയേറ്റഡ് വിത്ത്, നമുക്കറിയാമല്ലോ. പിന്നെ ടു കൺസ്ട്രക്റ്റ് എ കുക്കി എ ജാവ സെർവ്ലെറ്റ് പാസസ് 2 ആർഗ്യുമെൻറ്റ്സ് ടു ദ കൺസ്ട്രക്ടർ ഓഫ് ദ കുക്കി ഒബ്ജക്റ്റ്. നമ്മൾ ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കുക്കീൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുക്കി മൈ കുക്കി. ഇനി മൈ കുക്കി എന്നുള്ളതാണ് ഇവിടെ കുക്കീസിൻ്റെ പേര്. ഇവിടെ കുക്കി എന്നുള്ള കൺസ്ട്രക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ കുക്കീൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ കുക്കി അതിലേക്ക് 2 ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് അതിൻ്റെ നെയിമാണ്, കുക്കി നെയിമാണ്. അതുപോലെ 1 2 3 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കുക്കീനെ സെർവ്ലെറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. കുക്കിയിൽ പോസിബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. കമൻറ്റ്, ഡൊമൈൻ, മാക്സിമം ഏജ്, നെയിം, പാത്ത്, സെക്യൂർ, വാല്യൂ, വേർഷൻ. ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വെൽ ക്ലിയർ ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. ഇനി ഒരു കുക്കി എങ്ങനെയാണ് നമുക്ക് സെർവർ സൈഡിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, സെർവ്ലെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലയൻറ്റിലാണ് സേവ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ക്ലയൻറ്റിലേക്ക് ഇത് എത്തണമെങ്കിൽ നമ്മൾ റെസ്പോൺസ് HTTP റെസ്പോൺസിൽ എംബഡ് ചെയ്തിട്ടാണിത് സെൻഡ് ചെയ്യുന്നത് ക്ലയൻറ്റിലേക്ക്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആഡ് കുക്കി എന്നുള്ള മെത്തേഡ്. ആഡ് കുക്കി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അതിന് സെൻഡ് ചെയ്യുന്നത്. അതായത് HTTP റെസ്പോൺസ് ഹെഡറിൽ എംബഡ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഡ് കുക്കി മെത്തേഡിന് ഒരു സിംഗിൾ പാരാമീറ്ററാണ് അതിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്, റെസ്പോൺസ് ഡോട്ട് ആഡ് കുക്കി മൈ കുക്കി. അപ്പോൾ റെസ്പോൺസ് HTTP റെസ്പോൺസിൻ്റെ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കുക്കീനെ ആഡ് ചെയ്ത് കൊടുത്തു. മൈ കുക്കി എന്ന് പറയുന്ന നമ്മളുടെ കുക്കീനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കുക്കി ക്രിയേഷൻ നടക്കുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഇത് ആഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ മൈ കുക്കി ഈക്വൽ ടു ന്യൂ കുക്കി യൂസർ ഐ ഡി 1 2 3 ആ സെയിം ഒരു എക്സാമ്പിൾ തന്നെ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ റെസ്പോൺസ് ഡോട്ട്
ആഡ് കുക്കി മൈ കുക്കി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കി ഒബ്ജക്റ്റ്, ഇതാണ് അതിൻ്റെ പേര്, ഇതാണ് അതിൻ്റെ വാല്യൂ. ആ ഒരു നെയിം വെച്ചിട്ടാണ് നമ്മളിവിടെ കുക്കീനെ റെസ്പോൺസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ റെസ്പോൺസ് സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ റെസ്പോൺസ് പ്രിൻ്റബിൾ ആയിട്ടോ ഏത് ടൈപ്പ് ആവട്ടെ, നമ്മളൊരു റെസ്പോൺസ് സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഔട്ട് ഇവിടെ കൊടുക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷം നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പോയി കഴിഞ്ഞു റെസ്പോൺസ്, പിന്നീട് നമ്മളെ സെർവ്ലെറ്റിൽ എക്സിക്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അത് വർക്കാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വർക്കാവണമെങ്കിൽ അത് നമ്മൾ ഈ ഔട്ട്പുട്ട് ഏത് ടൈപ്പ് ആവട്ടെ, ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് മോസ്റ്റ് കെയർഫുൾ ആയിട്ട് തന്നെ ഡീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമുക്കിവിടെ ഒരു സ്പേസ് എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ, പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മളിവിടെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് റെസ്പോൺസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ ശേഷമുള്ളതൊന്നും നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ റെസ്പോൺസിലേക്ക് എന്തെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുക്കീസ് ആഡ് ചെയ്തിരിക്കണം, അതുപോലെ കണ്ടൻറ് ടൈപ്പ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കണം. ഇനി ഇൻ കേസ് നമുക്ക് HTTP റിക്വസ്റ്റിൽ എന്തെങ്കിലും കുക്കീസ് ഇൻഫർമേഷൻസ് എംബഡ് ചെയ്ത്, നമ്മൾ നേരത്തെ റിക്വസ്റ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് കുക്കീസിൻ്റെയൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കുക്കീസ് അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗെറ്റ് കുക്കീസ് എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഗെറ്റ് കുക്കീസ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്ന അറേ ഓഫ് കുക്കി ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ സെർവർ ക്ലയൻറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. ക്ലയൻറ്റ് സൈഡിൽ മൾട്ടിപ്പിൾ കുക്കീസ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിരിക്കും. അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റാണ് നമുക്ക് ഗെറ്റ് കുക്കീസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ നെയിംസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കുക്കീസിനെയും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമ്മളുടെ മൈ കുക്കി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് വെച്ച് നമുക്ക് എക്സാമ്പിൾ കാണാനുണ്ട്. ഗെറ്റ് എന്ന് പറയുന്ന ഈ XXX നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ നെയിം, വാല്യൂ അതുപോലുള്ള ആട്രിബ്യൂട്ട്സ് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഗെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കുക്കീനെ ഇവിടെ നിന്ന് എടുക്കാം. ഗെറ്റ് നെയിം കൊടുക്കുകയാണെങ്കിൽ ആ നെയിമുള്ള ഈ ഒരു കുക്കീസ് അറേ ഓഫ് കുക്കീസ് ഒബ്ജക്റ്റ് കിട്ടുന്നതിൻ്റെ ഓരോന്നിൻ്റെയും നെയിം നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെയിം ഏത് കുക്കീൻ്റെ ആയിരുന്നോ അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ വേർഷൻ, അതുപോലുള്ള ഓരോ ഇൻഫർമേഷനും നമുക്ക് സെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച ഓരോ ഇൻഫർമേഷൻസും നമുക്കിതുപോലെ റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. A Java servlet step through the array of cookie object comparing desired cookie name with the name attribute each cookie in the array. Once the match is found, the Java servlet then retrieves other attribute of that cookie as required by J2EE application. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കുക്കി ഇൻഫർമേഷൻ റിക്വസ്റ്റിൽ നിന്നും റീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. ഇതിൽ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ HTTP റിക്വസ്റ്റിൽ നമുക്ക് കുക്കീസ് വന്നിട്ടുണ്ട്. ആ കുക്കീസിനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആക്സസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വിടുന്ന ടൈപ്പ് ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ കുക്കി നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. കുക്കീസ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് കുക്കീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അറേ ഓഫ് കുക്കീസ് ഒബ്ജക്റ്റിൻ്റെ ഒരു അറേ ആയിരിക്കും നമുക്കിവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കുക്കീസ് എന്ന് പറയുന്നത് നമ്മുടെ അറേൻ്റെ നെയിമാണ്. ആ കുക്കീസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ ഔട്ട്പുട്ട് നോ കുക്കീസ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുക്കീസ് ഒന്നും വന്നിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൽസ് കേസിൽ കുക്കീസിൽ ഒരു മൈ കുക്കീസ്, ആ മൈ കുക്കി നമ്മൾ ഓരോ അറേയിലുള്ള ഓരോ കുക്കി ഒബ്ജക്റ്റിനെയും എടുക്കുന്നു. അതിൻ്റെ ഗെറ്റ് നെയിം ഗെറ്റ് വാല്യൂ, നെയിമും വാല്യൂവും പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ HTTP റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന ഒരു സെർവ്ലെറ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ആഡ് കുക്കി നമ്മൾ പറഞ്ഞു, ആഡ് കുക്കിയാണ് നമുക്ക് റെസ്പോൺസിലേക്ക് അതിനെ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആഡ് കുക്കി യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ളതിനെ ഓവർ റൈറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ക്ലയൻറ്റ് സൈഡിൽ എന്തൊക്കെ കുക്കീസ്
അതിൻ്റെ മുമ്പേ ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കുക്കിയും കൂടെ ആഡ് ചെയ്യുക മാത്രമാണ് ഈ ഒരു കുക്കി ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പേസ് റെസ്ട്രിക്ഷൻസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഒരു കുക്കിക്ക് 4 KB സ്പേസ്. അപ്പോൾ അത്രയും ചെറിയ ഇൻഫർമേഷൻ മാത്രമാണ് ഒരു കുക്കി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഒരു കുക്കി നെയിം, അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും സ്മോൾ സ്പേസിൽ കൊള്ളുന്നതായിരിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് 2 MB ഒക്കെയാണ് സാധാരണ ഒരു ബ്രൗസർ അലോ ചെയ്യുന്നത്. ഇനി അതിൽ കൂടുതൽ അലോ ചെയ്യുന്നത് ഉണ്ടായിരിക്കാം, അതിൽ കുറവ് അലോ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും അത് ബ്രൗസർ സ്പെസിഫിക് ആണ്. അത് നമുക്കോ സെർവറിനോ ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ഈ സ്പേസ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഒരു കുക്കിക്ക് ഒരു ലൈഫ് ടൈം ഒക്കെ കൊടുക്കാമെങ്കിൽ പോലും ആ ലൈഫ് ടൈം ഫുള്ളാവുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ നമ്മുടെ കുക്കി ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് സേഫ് അല്ല. അതുപോലെ തന്നെ ഈ കുക്കി വിസിബിൾ ആയിരിക്കും ബ്രൗസർ സൈഡിൽ. അത് അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സ്റ്റോറേജ് മെത്തേഡും അല്ല. ഇനി സെർവ്ലെറ്റിൽ നമ്മൾ പറഞ്ഞു സെറ്റ് വാല്യൂ ഇതുപോലെ സെറ്റ് എക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആട്രിബ്യൂട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വാല്യൂ, വേർഷൻ ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്രാക്കിംഗ് ദ സെഷൻ എങ്ങനെയാണ് ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ആഡഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സെഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.